ഹലോ, വെൽക്കം ടു മൈ ചാനൽ ദീപാസ് ജോയോ കുക്കിംഗ്. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലാസ്റ്റ് എപ്പിസോഡിൽ കാണിച്ച പിയർ സർപ്രൈസ് എല്ലാവരും ഉണ്ടാക്കി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് 4 മണി പലഹാരങ്ങളാണ് അല്ലേ? ചായയോടൊപ്പം കറുമുറ കടിച്ചു തിന്നാൻ പറ്റുന്ന പലഹാരങ്ങളുണ്ട് അല്ലേ? ഞാനിന്ന് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. നമ്മുടെ ചായക്കടയിൽ കിട്ടുന്ന വെട്ട് കേക്ക്. ഈ വെട്ട് കേക്ക് എന്ന് കേൾക്കുമ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്ന് കരുതരുത്. ഇത് ഉണ്ടാക്കാൻ അറിയാത്ത ഒത്തിരി ആളുകൾ നമുക്കിടയിലുണ്ട്. പുതിയതായിട്ട് ചെയ്തു നോക്കുന്നവർക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ 4 മണി പലഹാരമായ ചായക്കട സ്പെഷ്യൽ വെട്ട് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് പോയി നോക്കാം. അപ്പോൾ ഈ നാടൻ രീതിയിലുള്ള വെട്ട് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് 3 കപ്പ് മൈദാ മാവ്, 1 ടേബിൾ സ്പൂൺ റവ, 1/4 കപ്പ് പഞ്ചസാര, 3 മുട്ട, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1 ടീസ്പൂൺ നെയ്യ്, 5-6 ഏലക്ക പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു വലിയ ബൗൾ എടുത്ത് അതിലേക്ക് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ തരിയോട് കൂടിയ പഞ്ചസാരയാണ്. വലിയ തരിയാണെങ്കിൽ ജസ്റ്റ് ഗ്രൈൻഡറിലൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ച പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ഈ കേക്കിന് കട്ടി കൂടും. അതുകൊണ്ടാണ് ജസ്റ്റ് പൊടിച്ച പഞ്ചസാര എടുക്കണമെന്ന് പറഞ്ഞത്. ഇതിൻ്റെ കൂടെ മുട്ട ചേർത്ത് കൊടുക്കാം. എഗ് ബീറ്റർ കൊണ്ട് ചെറുതായിട്ട് അടിച്ചു കൊടുക്കാം. 2 മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഓഫ് ചെയ്യാം. ഇത് മാറ്റി വെച്ചിട്ട് മൈദാ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം, കാരണം എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്യുന്നതല്ലേ. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് ചേർക്കുന്നതാണ്. ഈ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇടഞ്ഞു കൊടുക്കണം. ഈ അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം. മൈദയിലെ ഫൈബറിന്റെ കണ്ടന്റ് കുറവാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ റവ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കേക്ക് കുറച്ച് കരികരിപ്പായിട്ട് കിട്ടാനും കൂടിയാണ് ഈ റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് സാവകാശം ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ ഈ കേക്കിൻ്റെ മിക്സിന് ആവശ്യത്തിന് തിക്നെസ് വന്നിട്ടില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം മൈദയും കൂടെ ചേർത്ത് തിക്നെസ് വരുത്തുകയാണ്. അതിനുശേഷം നമുക്ക് ഈ സ്പൂണിൽ നിന്ന് ഇതെല്ലാം എടുത്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഏലക്കയില്ലേ, അത് ഇതോടൊപ്പം ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ചതച്ചെടുത്തതാണ്. പൊടി വേണമെങ്കിലും ചേർക്കാം. ചപ്പാത്തിയുടെ ഒരളവിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇത് മാറ്റി വെക്കാം. ഒരു ചപ്പാത്തി പലക എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദാ മാവ് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഈ കേക്കിൻ്റെ മാവിനെ നമുക്ക് 3ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഇത് ഈ ചപ്പാത്തി പലകയുടെ മേളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് റോള് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ കട്ട് ചെയ്യാം. മേളിൽ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇത് ട്രയാങ്കിൾ ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കണം. മാറ്റി വെക്കാം. ഈ അളവിൽ ഞാൻ 28 ഉണ്ടാക്കിയിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ തീ കുറച്ച് വെക്കണം. ഈ സമയത്ത് നമുക്ക് കേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വേവിക്കേണ്ട ഒരു കേക്കാണ് കേട്ടോ ഇത്. തീ കൂടിയിരുന്നാൽ ഇതിൻ്റെ അകം നല്ലതുപോലെ വേവത്തില്ല. വെട്ട് കേക്ക് നല്ലൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി കൂടുതൽ ഇട്ടേക്കണ്ട, നമുക്ക് കോരി മാറ്റാം. അങ്ങനെ എല്ലാവർക്കും പ്രിയങ്കരമായ വെട്ട് കേക്ക് ഇവിടെ റെഡിയായി. വളരെ ഈസിയാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
നല്ല ക്രിസ്പിയാണ്, അകം സോഫ്റ്റ് ആണ്. ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ കാണാൻ സാധിക്കും. അത് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഇനി ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. Pikachu, 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 Pikachu. Palmas arriba, palmas arriba. Squirtle.